ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ. അല്ലാതെ ബുദ്ധിമാന്മാരായ ആളുകളെ ഏതെങ്കിലും പ്രത്യേക ജാതിയിൽ ജനിച്ചതുകൊണ്ട് ശൂദ്രന്മാരെന്ന് പറഞ്ഞില്ല. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ ഈ വ്യവസ്ഥയെ അറിയണം. അപ്പോൾ ഈ ബ്രാഹ്മണർ നന്നായിരുന്നാൽ, അവർ നിർഭയരായിരുന്നാൽ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ ഇവിടെ നിർഭയരായിരിക്കണം. എന്നാലേ അവർക്ക് രാജാക്കന്മാർക്ക് വേണ്ട ഉപദേശം കൊടുത്ത് അവരെ വേണ്ടതുപോലെ നിയന്ത്രിക്കാൻ പറ്റും. ഒന്നിപ്പോൾ അറിവുള്ളവരെ ആരാ വില വെക്കുന്നത്? അറിവുള്ളവരുടെ നേരെ ചെവി കൊടുക്കണ്ടോ? ഇല്ല. അതന്നെയാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. നമ്മൾ തലയല്ല പറഞ്ഞത് കേൾക്കുന്നത്, നമ്മൾ കാലുകളും തുടകളും പറയുന്നതാണ് കേൾക്കുന്നത്. വിവരമുള്ളവർ പറഞ്ഞതല്ല കേൾക്കുന്നത്. അപ്പൊ വിവരമുള്ളവർക്ക് ഇവിടെ വോയിസ് ഇല്ല. അപ്പൊ അങ്ങനെ അറിവുള്ളവർ ഇവിടെ സുരക്ഷിതരായിരിക്കണം. ലോക നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും ഉപദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഇവിടെ നിർഭയരായിരിക്കണം. അതേപോലെയാണ് ഗോക്കളുടെ സ്ഥാനവും. ഗോക്കൾ എന്ന് പറഞ്ഞാൽ, പശു എന്ന് പറഞ്ഞാൽ ശുദ്ധ സത്വഗുണമാണ് അതിൻ്റെ സ്വഭാവം. മറ്റ് ജന്തുക്കൾക്കൊന്നും ഇത്രയും സത്വഗുണമൊന്നും നടന്നിട്ടില്ല. ഏത് ജീവജാലങ്ങൾ എടുത്താലും ഏറ്റവും അധികം സത്വഗുണപ്രധാനമായിട്ടുള്ള ജീവി ഏതാ ചോദിച്ചാൽ അതാണ് പശു. ആ പശു സാധാരണമായിട്ട് അത് പ്രതിരോധിക്കാത്തൊരു ജീവിയാണ്. അതിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രതിരോധിക്കാത്ത ഒരു ജീവി പോലും ആണത്. അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്.